ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ നമ്മൾ നമ്മുടെ അടുക്കള ഉദ്യോഗത്തിലേക്ക് കയറി കേട്ടോ. രാവിലെ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്നും പതിവ് പോലെ അപ്പം തന്നെയാണ് കേട്ടോ. കാരണം ഇങ്ങനെ മാവരച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഇരിക്കും. അപ്പോൾ പിന്നെ നമുക്കത് വെച്ചിട്ട് 2-3 ദിവസം അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പം അങ്ങനെ ദോശക്കല്ലൊക്കെ അതാ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മാവ് കോരി ഒഴിച്ചു കേട്ടോ. നമ്മൾ ഇങ്ങനെ അരി അരച്ച് വയ്ക്കുന്ന കൂടെ കുറച്ച് ചോറൊക്കെ ഇട്ട് ആണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ ചോറിടുമ്പോൾ നല്ലൊരു മയം കിട്ടും. അങ്ങനെ അപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് തോരൻ ഉണ്ടായിരുന്നു, അത് ചൂടാക്കി എടുത്തു. ഇത് തലേന്നത്തെ കോളിഫ്ലവർ കറി, അതും ചൂടാക്കി അത് കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം കഴിക്കുന്നത്. അങ്ങനെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഗുളിക ഉണ്ടായിരുന്നു, അതും കഴിച്ചു കേട്ടോ. മഴക്കാലമായ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ മുറ്റത്തുള്ള റബ്ബർ മരത്തിൻ്റെ ഫുള്ള് ഇലകളെല്ലാം നിലത്തായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയതാണ്. നമ്മുടെ മുളക് ചെടിയിൽ ഒരു ഓന്തച്ചനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടുകൊണ്ട് അങ്ങോട്ട് ചാടി ഒളിച്ചു. അവിടെ നിന്നും അവൻ ചാടി സ്ഥലം വിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ കാന്താരിയാണ്. കാന്താരിയിലൊക്കെ മുളകൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള കാന്താരിയാണ്. പിന്നെ നമ്മുടെ ചെമ്പരത്തി, പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ. ഇത് ഒരു കുഞ്ഞു പൂവുണ്ടാവും. ആ ചെടിയൊന്നുമല്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ വെച്ചിട്ടോ. മഴക്കാലമായതുകൊണ്ട് എല്ലാം അങ്ങോട്ട് ഒരു രീതിക്കാണ് കേട്ടോ. നമ്മുടെ ഇതിനെന്താ പറയുക, പേര് മറന്നുപോയ ചെടിയുടെ. പിന്നെ നമ്മുടെ വള്ളി റോസ, ഇതൊക്കെ ഇങ്ങനെ നാശമായി പോയിട്ട് നമ്മൾ വീണ്ടും ജീവൻ വെപ്പിച്ച് കൊണ്ടുവന്നതാണേ. പിന്നെ മുറ്റത്തൊക്കെ 1-2 ചേനയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വല്ലതും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ അത് കളയാതെ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മൂട് ചേമ്പുണ്ട് കേട്ടോ. പിന്നെ കാച്ചിൽ, ഇത് നമ്മൾ കുഴിച്ചിട്ടതാണ് കേട്ടോ. അങ്ങനെ പ്ലാവിൻ്റെ മേലെ ചെന്നിട്ടുണ്ട് കാച്ചിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റുള്ള കാച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും കുഴിച്ചിട്ടു. ഇതാണ് നമ്മുടെ മുറ്റത്തെ റബ്ബറിൻ്റെ അവസ്ഥ. ഈ ഇലയ്ക്ക് ഇങ്ങനെ മഴ പെയ്തപ്പം ഫുള്ള് പഴുത്തു, അത് ഫുള്ള് പൊഴിഞ്ഞ് നിലത്ത് വീഴുകയാണ് കേട്ടോ. അപ്പം മുറ്റടിക്കാനൊന്നും പറ്റണില്ല, കാരണം മഴയും കൂടെ ആകുമ്പം ഇലയെല്ലാം വീണിട്ട് അത് നമ്മൾ ചൂലിനടിക്കുമ്പോൾ നീങ്ങില്ല കേട്ടോ. ഇത് കണ്ടോ എന്ത് മാത്രമല്ലേ എന്ന് പറയും. ഞാൻ ഇന്ന് മുറ്റം അടിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ. ഇനി നമുക്ക് വെള്ളം വന്നു നോക്കാം. വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ പിടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അകത്തോട്ടൊക്കെ വെള്ളം പിടിക്കാനുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ പിടിച്ചു. വെള്ളം പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, കഴുകി വെച്ചു. ഇതൊക്കെ ഒന്ന് തയ്ക്കാനുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഇതും അതെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം അതൊക്കെ അവിടെ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിന് നമ്മളൊന്ന് കുട്ടപ്പനാക്കിയായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റിക്കർ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒട്ടിച്ചായിരുന്നേ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പം ഇനി കറി വയ്ക്കാൻ മീൻ എടുക്കാമെന്ന് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൊഴുവയാണേ. ഇനിയിപ്പോൾ അതിൻ്റെ ഐസ് ഉരുകാൻ വേണ്ടി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇടാവേ. ഇന്നിപ്പം മഴക്കാറുണ്ടെങ്കിലും വെയിൽ തെളിഞ്ഞിട്ടുണ്ടേ. അപ്പം ഈ വെയിൽ തെളിയുമ്പോൾ നമ്മൾ നമ്മുടെ ഉണങ്ങാനിട്ടേക്കുന്ന ഒട്ടുപാൽ വെയിലത്ത് ടാർപ്പായിലിട്ടേക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചും മറിച്ച് വിടണം. അപ്പോൾ ടാർപ്പ നമ്മൾ മൂടിയിട്ടേക്കുക. അത് പോയി നേരെയാക്കിയിടാൻ വേണ്ടി പോവുകയാണ് ഞാൻ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തുണിയിലൊക്കെ വിരിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. അത് അവർക്ക് വിരിച്ചിടാനില്ലാത്ത ദിവസം ഞാൻ കൊണ്ട് വിരിച്ചിടും. നിങ്ങൾ ഭയങ്കര കോപ്പറേറ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒട്ടുപാലൊക്കെ വെയിലത്ത് ഇട്ടിട്ട് ഞാനിങ്ങ് പോകുന്നേ. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസത്തെ കണക്ക് എഴുതിയില്ലാന്ന്. എന്നിട്ട് ഞാൻ കണക്ക് ബുക്കൊക്കെ എടുത്തിട്ട് കണക്കൊക്കെ ഓർത്ത് എഴുതി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ അന്നൊന്നും എഴുതിയില്ലെങ്കിൽ മറന്നു പോകും, അതാണ് പ്രശ്നം കേട്ടോ. കണക്കൊക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 പർപ്പിളിൽ നിന്ന് വാങ്ങിയ 2 ക്രീമാണ് കേട്ടോ. ഇത് ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയിലുമാണ്. നമ്മുടെ ടാനൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒന്നും യൂസ് ചെയ്യില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്തിട്ട് തേക്കും കേട്ടോ. നല്ലതാണേ. അപ്പം ഞാൻ ആദ്യം ഒന്ന് മേടിച്ചിട്ട് നല്ലതായതുകൊണ്ട് വീണ്ടും മേടിച്ചതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മൾ അബ്സോർബ് ആകുമേ. അങ്ങനെ അത് തേച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊറിയർ വന്നത്. അപ്പോൾ അത് ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് വന്നതാണ് ഈ സാധനം, എയർ ബബിൾസ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കാത്തതായിട്ട് ആരുമില്ല കേട്ടോ. അപ്പം ഞാനും അതവിടെ ഇങ്ങനെ ഇരുന്ന് കിള്ളിപ്പൊട്ടിച്ച് ഓരോന്ന് കുത്തിപ്പൊട്ടിച്ച് കേട്ടോ. നല്ല രസമല്ലേ. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ ഇതൊരെണ്ണം കിട്ടിയിട്ട് പൊട്ടിക്കാനായിട്ട് അവസരം കിട്ടിയില്ല. കുറച്ച് പൊട്ടിച്ചപ്പോഴത്തേനും അതിന് വേറെ എന്തോ ഒരു ആവശ്യം വന്നിട്ട് അത് എടുത്തിട്ട് പോയി. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കുത്തിപ്പൊട്ടിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തേ നമ്മുടെ അലമാരിയിൽ തുണിയൊക്കെ ഫുൾ അലങ്കോലമായിട്ടിരിക്കുക. എല്ലാം വാരി വലിച്ചിട്ടിട്ട് അടുക്കി ഒതുക്കി വെച്ചാലോ എന്നിട്ടോ. അങ്ങനെ അലമാരിയിൽ നിന്നുള്ള ഡ്രസ്സെല്ലാം വാരി നമ്മൾ കട്ടിലിന്മേലിട്ടിട്ടോ. എന്നിട്ട് ഇനി ഇതെല്ലാം നമുക്കിനി അടുക്കി ഭദ്രമായിട്ട് വയ്ക്കാം. ഇതൊക്കെ ഞാൻ സ്വന്തം തയ്ച്ച ഡ്രസ്സുകളാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് ഏറെക്കുറെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്.
അതാ എല്ലാ തുണിയൊക്കെ എൻ്റെ ചുരിദാറുകളാണ് കേട്ടോ. ടോപ്പ് മാത്രമേ ഉള്ളൂ. അതാ അങ്ങനെ ആ സെക്ഷനൊക്കെ അടുക്കി ഒതുക്കി കഴിഞ്ഞപ്പോൾ ഇനി സാരിയുടെ സെക്ഷനും നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെയൊക്കെ സെക്ഷനാണ്. എല്ലാം വാരി വലിച്ച് പുറത്തിട്ടിട്ട് ഇനിയല്ല അത് അടുക്കി വെക്കണേ. അപ്പോൾ അത് അടുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അങ്ങനെ അലമാരിയൊക്കെ അടുക്കി മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കത് പീര വയ്ക്കാം, കൊഴുവ പീര വയ്ക്കാം. അപ്പോൾ തേങ്ങയൊക്കെ വെച്ചിട്ട് ഞാൻ എന്താ അടുപ്പത്ത് വെച്ച് കേട്ടോ. അത് ഉച്ചക്കത്തെ കറിയായി പീരയാകും കേട്ടോ. പീരയാക്കാൻ വേണ്ടി വെച്ചു. ഇന്നലെ നമ്മൾ വർക്ക് ചെയ്തത്, അപ്പോൾ ഇന്ന് പീരയാക്കാമെന്ന് വെച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ മീനിന് വേണ്ടി തേങ്ങ ചിരണ്ടി, അപ്പം നമ്മൾ ബാക്കിയുള്ള തേങ്ങയും കൂടി അങ്ങോട്ട് ചിരണ്ടി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ എടുത്തിട്ട് ചിരണ്ടല്ലോ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ തറയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കേട്ടോ. അങ്ങനെ ഞാൻ ആ തേങ്ങ മൊത്തം ചിരണ്ടി ഒരു പാത്രത്തിലിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും തേങ്ങയുടെ ആവശ്യം വരുമ്പോൾ അത് ഇന്ന് എടുത്താൽ മതിയല്ലോ. നമ്മൾ തേങ്ങയായിട്ട് വയ്ക്കുമ്പോൾ അത് ഇങ്ങനെ മരച്ചിരിക്കും. ഇതാണ് നമ്മൾ വീടിൻ്റെ അകം. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാ എൻ്റെ ബുക്ക് പുസ്തകങ്ങളൊക്കെ ഇനിയും പഠിത്തം തുടങ്ങാനുള്ളതാണ്. ഇതാണ് കേട്ടോ എൻ്റെ പുസ്തക കളക്ഷൻ. ഇതിൽ കുറേ പുസ്തകങ്ങൾ വായിക്കാത്തതുണ്ട്. എക്സാം പ്രമാണിച്ച് വായനയിലൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു. ഇനി ഓരോന്ന് എടുത്തിട്ട് വായിക്കണം. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 പുസ്തകം വേറെ ആൾക്കാർ വായിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയും തുണികൾ തയ്ക്കാനുണ്ട്. പിന്നെ വെയിൽ തെളിഞ്ഞപ്പോൾ അലമാരിയിലിരുന്ന കുറേ ഷർട്ടും മുണ്ടും എല്ലാം എടുത്തിട്ട് ഞാൻ ഉണങ്ങാൻ വേണ്ടി വെയിലത്തിട്ട് കേട്ടോ. കാരണം ഇതെല്ലാം തണുത്തിരുന്നിട്ട് ഒരുമാതിരി നാറ്റമായി. അപ്പം നല്ല വെയിലത്ത് അന്ന് ഉണക്കിയെടുത്ത് മടക്കി വെച്ചാൽ നല്ല ഇതായിട്ടിരുന്നത്. അപ്പം എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ വെയിലത്തിട്ട് കേട്ടോ. അപ്പം മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ മാറിയിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ വീടിനുള്ള വശം കേട്ടോ. നമ്മുടെ മീൻ പീര അടുപ്പത്തിരിക്കുകയാണ് കേട്ടോ. വെന്തിട്ടുണ്ട്, ഇനി ഒരു ശകലം കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥ ഞാൻ ആദ്യം കാണിച്ചല്ലോ, അതിൻ്റെ ആ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് എങ്ങനെ അടിച്ചു വാരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഭയങ്കര ഒരവസ്ഥയാണ്, അടിച്ചാൽ അങ്ങോട്ട് നീങ്ങൂല. എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ നല്ല വെയിൽ തെളിയണ ദിവസം, മണ്ണൊക്കെ ഉണങ്ങി കിടക്കുന്ന ദിവസം ഇതൊന്ന് അടിച്ച് കളയണം. എങ്ങനെയുണ്ട് ഫ്രിഡ്ജിൽ സ്റ്റിക്കർ ഒട്ടിച്ചത്? കൊള്ളാവോ? പിന്നെ വൈറ്റായിപ്പോയി എന്നൊരു കംപ്ലൈൻ്റ് ഉള്ളൂ. പക്ഷേ ഈ സ്റ്റിക്കർ മേടിച്ചത് വേറൊരു കാര്യത്തിനായിരുന്നു. പക്ഷേ ആ കാര്യം നടന്നില്ല. അത് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒട്ടിച്ച് വെച്ച സ്റ്റിക്കി നോട്ടുകളാണ് അതൊക്കെ. നമ്മുടെ കൃഷ്ണനും നിലവിളക്കും കർത്താവും ഗണപതി എല്ലാവരും ഉണ്ട് കേട്ടോ. ആനപ്രാന്തിൻ്റെ മറ്റൊരു വെർഷൻ. ഇനിയിപ്പം നമ്മൾ അടുത്ത കൊല്ലത്തെ കലണ്ടർ മേടിക്കുമ്പം ഇതെവിടെ ഇടുമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ TV കണ്ടു കേട്ടോ. ജൂൺ സിനിമ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സിനിമ. പിന്നെ കുറച്ച് നേരം സിനിമ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പം ഇത്തിരി നേരം സിനിമ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ കണ്ടുമടുത്ത സിനിമ ആയതുകൊണ്ട് എന്നാൽ കുറച്ച് നേരം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നെ. ഇനിയിപ്പോൾ ഞാനെന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. തൊട്ടപ്പുറത്തെ വീടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന കോലത്തിൽ തന്നെ അങ്ങോട്ട് പോവേ. അപ്പം ഞാൻ ആ ചേച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ വീടിൻ്റെ അപ്പുറത്തെ വീടാണ്. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ഈ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ, അൽഫോൻസ ചേച്ചി. അപ്പോൾ നമ്മൾ അവിടെ പോയി വർത്താനം പറയും, അല്ലെങ്കിൽ ചേച്ചി എൻ്റെ അടുത്തോട്ട് വന്ന് വർത്താനം പറയും. അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ. കാണാനില്ല. പിന്നെ അവിടുത്തെ ചേച്ചീനെ കണ്ടില്ല. ആ ചേച്ചി ബാത്റൂമിൽ കണ്ടായിരുന്നു. പിന്നെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിൽ പോയപ്പോൾ രാവിലെ വണ്ടി എടുക്കാൻ പോയ സൈച്ചേട്ടനും ചേട്ടന്മാരൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരെനിക്ക് ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണി. പിന്നെ ഞാൻ ആ ബിരിയാണിയൊക്കെ കഴിച്ച് വൈകുന്നേരം ആയിട്ടോ. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ അൽഫോൻസ് ചേച്ചി പത്രം എടുക്കാൻ പോയിട്ട് വന്നു. അപ്പം കുറച്ച് നേരം ഞാനും പത്രമൊക്കെ ഒന്ന് നോക്കി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പത്രം നോക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പത്രം വായന പരിപാടികളൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. പിന്നെ പത്രം കാണുമ്പോൾ ഒന്ന് വായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്പോർട്സ് പേജൊക്കെ ഒന്ന് നോക്കും. കാരണം എക്സാമുകളിലൊക്കെ സ്പോർട്സ് പേജൊക്കെ കാണുന്നതുകൊണ്ട്. പിന്നെ ചരമക്കോളം നമ്മൾ വെറുതെ ഒന്ന് നോക്കും, അറിയുന്നവരാണെങ്കിൽ കൊണ്ടുപോകണം. പിന്നെ കുറച്ച് നേരം നമ്മൾ അതിലിരുന്നിട്ട് പിന്നെ ചേച്ചിയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. ആരൊക്കെ എവിടെയൊക്കെ ജയിച്ചു, എവിടെ വെച്ച് നടത്തി, ചിലപ്പോ എത്ര റൺസിന് ജയിച്ചെന്ന് വരെ ചോദിക്കും. നമുക്ക് പിന്നെ നമ്മൾക്ക് പെൺപിള്ളേരൊന്നും കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെയായിട്ട് പത്ര വായന ഉണ്ടെങ്കിലല്ലേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ വൈകിട്ട് കുളി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പൈപ്പിലെ വെള്ളത്തിലല്ല കേട്ടോ തല കഴുകുന്നത്. തല കഴുകാൻ വേണ്ടി മാത്രം ഞാൻ തോട്ടിൽ പോവേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി നമ്മൾ ഒരു ഹെയർ ഓയിലൊക്കെ മേടിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ അവർ പൈപ്പ് വെള്ളത്തിൽ തല കഴുകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തല കുളിക്കാൻ വേണ്ടി മാത്രം തോട്ടിൽ പോകും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം നല്ല രാത്രിയായില്ല, ഞാൻ തോടൊക്കെ കാണിച്ചു തരായിരുന്നു. അപ്പോൾ അതാ ഞാൻ തല കുളിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. തല കഴുകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തോട്ടിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. തല കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതാണ് കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ കൊണ്ടുപോയ കപ്പൊക്കെ കൊണ്ട് വെച്ചിട്ട് വന്നു. ഇനി നമ്മൾ വായിച്ച് പകുതിയാക്കിയൊരു പുസ്തകം എടുത്തിട്ട് അത് വായിക്കാം കേട്ടോ. ഇതാണ് സുജാത, സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഒരു പുസ്തകമാണ്. ഇനി ഇത് കുറച്ച് നേരം വായിക്കാം. അപ്പം ഞാനങ്ങനെ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വായന നല്ലതാണ്. ഞാൻ കുറേ ബുക്ക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒക്കെ ഇനി വായിച്ച് തീർക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വായിച്ച് പകുതിയാക്കുന്നില്ല, ഫുള്ള് ഒരു ബുക്ക് വായിച്ച് തീർത്തിട്ട് അടുത്ത ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം സമയം രാത്രി ആയിട്ടുണ്ട്, 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ണണം, കിടന്നുറങ്ങണം. എൻ്റെ ലക്കി ബാമ്പു അതാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കൊടുത്ത ക്യാമറാമാൻ്റെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.